ഹലോ എവ്രി വൺ, വെൽക്കം ടു കെംഫോക്സ്. നിങ്ങളിൽ പലർക്കും ഉള്ള ഡൗട്ടായിരിക്കും കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കേരള PSC എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്തിടെയായിട്ട് നമുക്ക് PSCയിൽ നിന്ന് തന്നെ ഒരുപാട് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. ഇൻഫാക്റ്റ് ഏറ്റവും കൂടുതൽ എക്സാംസ് വരുന്നത് കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനാണ്. BSc അതേപോലെ MSc ഗ്രാജുവേറ്റ്സിനാണ് കൂടുതൽ എക്സാംസ് വന്ന് കാണാറുള്ളത്. അപ്പോൾ നമുക്ക് അവസരങ്ങൾ വളരെ കൂടുതലാണ്. പ്രോപ്പർ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ വന്ന് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഓരോ ആസ്പെക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് പ്ലസ് നമ്മുടെ PSC എക്സാംസിൻ്റെ പാറ്റേൺ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ എങ്ങനെ നമുക്ക് PSC പരീക്ഷകളെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ PSC പരീക്ഷകൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. മറ്റ് എക്സാംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നെറ്റ്, സെറ്റ്, ഗേറ്റ് ഇതേപോലെയുള്ള എക്സാംസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസും അതേപോലെ സിലബസിൽ വരുന്ന ടോപ്പിക്കുകളിലും പോലും ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസിന് ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാംസിന് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടാതെ നമ്മുടെ PSCക്കായിട്ട് യുണീക്കായിട്ട് ചില ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് ചോദിച്ചു വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പാറ്റേൺ പ്രകാരമാണ് PSCയുടെ നിലവിലുള്ള എക്സാംസ് ഒക്കെ നടക്കുന്നത്. അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 5 ഇയർ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 3 ഇയേഴ്സ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, പ്രോബ്ലംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളെപ്പോഴും കട്ട് ഓഫ് ക്രോസ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. റാദർ നമ്മളൊരു ടോപ്പ് 5 വന്നാൽ മാത്രമേ നമുക്ക് ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് വരുള്ളൂ. കാരണം നമുക്ക് തന്നെ അറിയാം എക്സാംസിൻ്റെ വേക്കൻസീസ് എല്ലാ എക്സാംസിനും അല്ല, ബട്ട് കുറേ എക്സാംസിൻ്റെ ഒക്കെ വേക്കൻസീസ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതൊരു ബാക്ക് ഫാക്ടറായിട്ട് നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നോട്ടിഫിക്കേഷനിൽ കുറച്ച് വേക്കൻസീസ് ആണ് വരുന്നതെങ്കിലും അറ്റ് ദി എൻഡ് നമുക്ക് എന്തുണ്ടാവും, ചിലപ്പം വേക്കൻസീസ് കൂടാം. 3 ഇയേഴ്സ് വാലിഡിറ്റി ഉണ്ട് നമ്മളെ റാങ്ക് ലിസ്റ്റിന്. അപ്പോൾ നിങ്ങളൊരിക്കലും പ്രിപ്പറേഷന് അത് വെച്ചിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് 1 by 1 നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പല ടൈപ്പ് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് MSc ഓൺ ഗോയിങ് അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യുന്നവർ. ഫോർ എക്സാമ്പിൾ BEd ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ PhD പെർസ്യൂ ചെയ്യുന്നവരുണ്ടാവാം, ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഇവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, MSc ആണെങ്കിൽ MScക്കാരാണെങ്കിൽ അവർക്ക് BSc ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ MSc കംപ്ലീറ്റഡ് ആയിട്ട് വേറെ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് BScയും MSc കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി MSc കംപ്ലീറ്റഡ് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതേ പറഞ്ഞ പോലെ BSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ MSc ഓൺ ഗോയിങ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ സെമിസ്റ്റർ എക്സാംസിന് പഠിക്കുന്ന ടോപ്പിക്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓവർലാപ്പ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് ഒരു 90% നമ്മൾ സെമിസ്റ്റർ എക്സാംസിന് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാരലലി കുറച്ച് സമയത്തിന് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾ ആ കോഴ്സ് കഴിയുമ്പോഴേക്കും നല്ലൊരു ജോബിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇനി MSc കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കോറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, അവർക്കാണെങ്കിലും മുഴുവൻ ടൈം അലോട്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും. ഇനി വർക്കിംഗ് പീപ്പിൾ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റു കോഴ്സുകൾ ചെയ്യുന്നവരുടെ പോലെ തന്നെ അവരും എന്ത് ചെയ്യാം, കുറച്ച് ടൈം കണ്ടെത്തിയിട്ട് ചെയ്യാം. ഇനി BSc ഓൺ ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. കാരണം നമ്മൾ BSc പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ 2nd ഇയർ 3rd ഇയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ BSc കഴിഞ്ഞിറങ്ങുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ BSc കഴിഞ്ഞ പാടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാംസ് ഇപ്പോൾ വിത്തിൻ 1 ഇയർ ഒക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത്
പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് BSc കഴിഞ്ഞാൽ MSc നേരിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി ഫീൽഡിൽ തന്നെ നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. ഓക്കെ, ബട്ട് എന്താ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. ബട്ട് സ്റ്റിൽ നമുക്കത് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ പ്രിപ്പറേഷൻ അലോട്ട് ചെയ്യുന്ന ടൈം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മോസ്റ്റ്ലി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 6 to 1 year, മാക്സിമം ആണ് 1 year, 8 months, 6 to 8 monthsനുള്ളിൽ എക്സാംസ് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ചുരുങ്ങിയ സമയം, ഒരു 3 അല്ലെങ്കിൽ 4, 3 to 4 monthsനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കുക. അതായത് നിങ്ങൾ ഒരുപാട് സമയം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഒരുപാട് ടൈം കളയാൻ പാടില്ല. ഓക്കെ, ഈ എക്സാം നമ്മൾ എപ്പോഴും ഒരു 6 months ഫ്രെയിം വർക്കിൽ പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു 1 year ഫ്രെയിം വർക്കിൽ പഠിച്ചു തീർത്ത് എക്സാംസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്ത് പോവാം. ഓക്കെ, ഓരോ എക്സാം വരുമ്പോൾ പ്രോപ്പർ റിവിഷൻ നടത്തിയിട്ട് ആ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സാം വരുമ്പോഴേക്കും നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആണ്. അപ്പോൾ വീണ്ടും റിവൈസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി അടുത്ത എക്സാമിന് തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഒരിക്കലും നമ്മൾ ഒരു എക്സാമിന് ലിമിറ്റഡ് ആക്കി വെക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഒറ്റൊരു എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ പഠിച്ച എക്സാം എഴുതി സപ്പോസ് നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിലും കൂടി പിന്നീട് വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന എക്സാംസിന് എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ എക്സാമിന് പഠിച്ചു തുടങ്ങുന്നവരെക്കാളും നമുക്ക് എന്നിട്ട് മുന്നേ നമ്മൾ പഠിച്ചതുകൊണ്ട് ആ എക്സാമിന് നമ്മൾ മറ്റുള്ളവരെക്കാളും മുന്നിൽ വരും. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും മാക്സിമം കുറവ് ടൈമിൽ എന്ത് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി, നിങ്ങൾ ഏത് കാറ്റഗറിക്കാരാണെങ്കിലും. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഉണ്ടാവാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഒരു ഹാർഡ് കോപ്പി മസ്റ്റാണ്. ഓക്കെ, ഒന്നാമത് നമ്മുടെ സിലബസ് വാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ സിലബസ് എന്തായാലും ഉണ്ടാവണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഹോൾ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം ഇതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5-10 വർഷത്തെ പ്രീവിയസ് പേപ്പർ, ഇപ്പം നിങ്ങൾ 2025 സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ബാക്കോട്ടേക്ക് എന്ത് ചെയ്യുക, അനാലിസിസ് നടത്താം. അപ്പോൾ നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് സിലബസ് വന്നിട്ടുണ്ടാവില്ല. ബട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രീവിയസ് സിലബസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സിലബസ് പ്രിൻ്റ് എടുത്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ BSc കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിനാണെങ്കിൽ യൂഷ്വലി നമ്മുടെ ഇപ്പം കഴിഞ്ഞിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് CL, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് എല്ലാ BSc കെമിസ്ട്രി എക്സാംസിനും ഒരു സ്റ്റാൻഡേർഡ് പേപ്പറാണ്. അതേപോലെ നമ്മുടെ MSc കെമിസ്ട്രി ബേസ്ഡ് എക്സാംസ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നമ്മുടെ ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ 2024 നടന്നിട്ടുള്ള എക്സാമിൻ്റെ സിലബസ്, ആ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് എക്സാം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ, അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അവൈലബിൾ അല്ലെങ്കിലാണ് പറഞ്ഞിട്ടുള്ളത് BSc കെമിസ്ട്രി ആണെങ്കിൽ ഈ സിലബസ് ഫോളോ ചെയ്യുക, MSc കെമിസ്ട്രി ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സിലബസ് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് അനാലിസ് ചെയ്യാം. അതായത് എവിടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നിങ്ങളുടെ സിലബസിൽ ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ നമ്മുടെ മൊഡ്യൂൾ 2 ഇപ്പം വരാൻ പോകുന്ന ജൂനിയർ അനലിസ്റ്റ് KMML എക്സാമിനും ഈ സെയിം സിലബസ് ആണ്, നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സെയിം സിലബസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പം സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ കൂടാതെ എന്ത് ചെയ്യാം, ചില പോയിന്റ്സ്, ചില കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മുടെ സിലബസ് അനാലിസിസ് വഴി കാണാം. ഇപ്പം ഇവിടെ ഹീമോഗ്ലോബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് മയോഗ്ലോബിന് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ
എന്താ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ട്രേസ് എലമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത് നിങ്ങൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസിൽ ചോദ്യങ്ങൾ വരുന്ന പോർഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഇതേപോലെ അണ്ടർലൈൻ ചെയ്ത് പോവാം. അതേപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് അതെന്ത് ചെയ്യുക, സൈഡിൽ ഇതേപോലെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ടോ അതെന്ത് ചെയ്യുക, ഉറപ്പ് വരുത്താം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും PYQ അനാലിസിസ് ചെയ്യണം. നിങ്ങളിപ്പോൾ കോച്ചിങ്ങിന് ചേർന്നവരാണെങ്കിലും കൂടി നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കോച്ചിങ് സെൻറ്ററിൽ എല്ലാവരും കോച്ചിങ്ങിന് ചേരും, എല്ലാവരും പഠിക്കും. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കോണ്ടന്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ, നമ്മളൊരു ടോപ്പ് റാങ്കിൽ വരണമെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം, നന്നായിട്ടുള്ള എഫേർട്ട് വേണം. അപ്പോൾ അതിന് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ PYQ എന്ന് പറയുന്നത്. നമ്മുടെ PSCയുടെ തന്നെ PYQ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. PSCയുടെ PYQs ഒക്കെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് അനാലിസിസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത കാര്യമാണ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ഇപ്പോൾ കെമിസ്ട്രി തന്നെയാണെങ്കിലും നമുക്ക് സബ് ടോപ്പിക്സ് ഉണ്ട്, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇനോർഗാനിക് എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, അതേപോലെ F ബ്ലോക്ക്, ബയോ ഇനോർഗാനിക്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ ആ ടോപ്പിക്ക് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആ ആൻസേഴ്സ് കിട്ടും. ഇനി ചില ടോപ്പിക്സ് കൺസെപ്ഷ്യൽ ആണ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കോർഡിനേഷൻ, ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ കൺസെപ്ഷ്യൽ ആണ്. ആൻഡ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ ചോദ്യം വായിക്കുന്നു, അതിൽ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നമുക്ക് അപ്പം തന്നെ മാർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫാക്ച്വൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ ഓർഗാനിക്കിലാണെങ്കിലും മറ്റ് എക്സാംസിനെ അപേക്ഷിച്ച് നമ്മുടെ PSC എക്സാംസിൽ ഓർഗാനിക്കിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളോട് റീമറ്റൈമൻ റിയാക്ഷൻ തന്നിട്ട് ഇതിലുള്ള റിയേജൻ്റ് ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ റീമറ്റൈമൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ്, നമ്മളൊരു റിയാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എടുത്താൽ തന്നെ നമുക്കിപ്പം ആസിഡ്, ഏറ്റവും കൂടുതൽ അസിഡിക് ഏതാണ്, ഏറ്റവും കൂടുതൽ ബേസിക് ഏതാണ്, ആർക്കാണ് കൂടുതൽ ഏത് കാർബൺ കൊണ്ടാണ് സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. നമുക്ക് ആ കൺസെപ്റ്റ് അറിയെങ്കിൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർഗാനിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വേണ്ടത് എന്ത് ചെയ്യുക, നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, അതേപോലെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി, അരോമാറ്റിസിറ്റി. ഓക്കെ, ഈ 3 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ഇതറിയാണ്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, മറ്റു ടോപ്പിക്കുകളിലേക്ക് കടക്കാം. മറ്റു ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്ത് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റിനെ കണക്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാർബോകാറ്റോൺ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ്, വാഗ്നർ ബീർവിൻ റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആ റിയാക്ഷൻസും കൂടി എന്ത് ചെയ്യുക, ഇൻ്റർമീഡിയറ്റിൻ്റെ കൂടെ പഠിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള റിയേജൻസ്, ദെൻ നെയിം റിയാക്ഷൻസ്, ദെൻ പിന്നെ വരുന്നതാണ് നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസിൻ്റെ മെക്കാനിസം നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് നമ്മുടെ പെരിസൈക്ലിക്, ഫോട്ടോ കെമിസ്ട്രി. പിന്നെ കുറച്ച് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബയോമോളിക്യൂൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. ഇത്രയാണ് ഓർഗാനിക്കിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പം ഇതിൽ ബയോമോളിക്യൂൾസ് നമുക്കറിയാം കുറച്ച് ഫാക്ച്വൽ ആണ്, നമുക്ക് പഠിച്ചാൽ അത് കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എന്താ റിയാക്റ്റൻ്റ് റിയേജൻ്റ് അത് മാത്രം അറിഞ്ഞാൽ പോരാ. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അതിൻ്റെ ചില റിയാക്ഷൻസിൻ്റെ മെക്കാനിസംസ് അടക്കം ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് PYQ അനാലിസിസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, ഏത് റിയാക്ഷനാണ് നമുക്ക് മെക്കാനിസം പഠിക്കാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, PYQ അനാലിസിസ് നടത്തണം. അടുത്തത് ഫിസിക്കലിലേക്ക് വരുമ്പോഴേക്കും കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആസ് യൂഷ്വൽ വരും. പിന്നെ കൂടുതൽ വരുന്നത് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്കിപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കാം. ബട്ട് ഇവിടെയുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് കാണണമെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി അനലറ്റിക്കൽ ആണെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ചില മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട്, കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. അത് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. PSCയിൽ
നമ്മൾ വഴിയെ നോക്കാം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ആ ആൻസർ നമുക്ക് ജസ്റ്റ് നമ്മൾ അത് അറിയെങ്കിൽ, ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് എഴുതാം. ഓക്കെ. ഇപ്പോൾ ചില എക്സാംസിന് നമ്മൾ നോബൽ പ്രൈസ് ലോറേറ്റ്സിനെ പറ്റി ചോദിച്ചിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാ. ഇതൊക്കെ നമുക്ക് നമുക്ക് അറിയെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പം അതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് റാങ്ക് മേക്കിംഗ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയെങ്കിൽ, നമുക്ക് ആ ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തതാണ് നമ്മുടെ എക്സാംസ്. എപ്പോഴും കെമിസ്ട്രി മാത്രം വരുന്ന എക്സാംസ് അല്ല വരാറുള്ളത്. നമുക്ക് ഫിസിക്സ് വരാറുണ്ട്. ഇപ്പം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ എക്സാം ആണെങ്കിലും, ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാം ആണെങ്കിലും ഇതിലൊക്കെ ഫിസിക്സ് വരുന്നുണ്ട്. ഇനി മൈക്രോബയോളജി, ബയോടെക്നോളജി, അതേപോലെ ബയോകെമിസ്ട്രി, നമ്മുടെ ഫുഡ് സേഫ്റ്റി എക്സാം, അതേപോലെ തന്നെ സാനിറ്ററി കെമിസ്ട്രി, ഇങ്ങനെയുള്ള ചില എക്സാംസിന് കമ്പൈൻഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ. അതേപോലെ നമ്മുടെ FSOക്ക് ഫുഡ് സയൻസ്, ഫുഡ് ലോസ്, ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി സബ്ജക്ട്സ് കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു കോച്ചിങ് എടുക്കുന്നതായിരിക്കും നല്ലത്. കോച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള മറ്റ് സബ്ജക്ട്സ് വരുന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് മറ്റ് സബ്ജക്ട്സുകളിലുള്ള റിസോഴ്സസ് അത്ര അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതാണ് റിസോഴ്സസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് വേ ആണ് ടെക്സ്റ്റ് ബുക്കിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പം നമ്മളൊരു 6 മാസം ടാർഗറ്റ് ചെയ്ത ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എത്രയും സിലബസിന് ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ. അപ്പം ഇനി പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടേതായ നോട്ട്സ് ഉണ്ടാക്കാം. അതേപോലെ നോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നോട്ട്സിനാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ സ്വന്തം നോട്ട്സ്, അത് കോമ്പാക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ദെൻ കോച്ചിങ് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ്, ഇപ്പോൾ അതും നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രമാത്രം റെലവൻ്റ് ആണെന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ കോച്ചിങ് എടുക്കുകയാണെങ്കിലും കോച്ചിങ് അവർ തരുന്ന റിസോഴ്സസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രമാത്രം റെലവൻ്റ് ആണ് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ. നമ്മുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ. അടുത്തതാണ് നോട്ട് മേക്കിംഗ്. ഇത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നോട്ട് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികവും എന്ത് ചെയ്യും, മറ്റ് നോട്ട്സിനെ, കോച്ചിങ് സെൻറ്റേഴ്സിലെ നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നിങ്ങൾ അത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഓൺ നോട്ട്സിൻ്റെ അത്രയും ഉപകാരപ്രദമായിട്ടുള്ള വേറൊന്നും തന്നെ ഇല്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടല്ല പഠിക്കുന്നത്. നമ്മളിപ്പം ഒരു എക്സാം കഴിഞ്ഞു, അടുത്ത എക്സാം വരുമ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നല്ല നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ നോട്ട് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ടോപ്പിക്സ് നമ്മൾ വേറെ സോഴ്സിൽ നിന്ന് പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് വൃത്തിക്ക് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാം. സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മളതായ ഓൺ ലാംഗ്വേജിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ കംഫർട്ട്നെസ് നിങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് നല്ല വൃത്തിക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ എക്സ്ട്രാ പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ നോട്ട് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം പറ്റുന്നവരൊക്കെയും തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഫാക്ച്വൽ ടോപ്പിക്സ്, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്രൊമാറ്റോഗ്രഫീൻ്റെ ടോപ്പിക്കോ അല്ലെങ്കിൽ അനലറ്റിക്കലിൻ്റെ വേറെ ടോപ്പിക്കുകൾ, അതേപോലെ നമ്മുടെ മെയിൻ ബ്ലോക്ക്, അങ്ങനെയുള്ള ഫാക്ച്വൽ പോർഷൻസ് വരുന്നതാണെങ്കിൽ നോട്ട്സ് നിർബന്ധമായിട്ട് വേണമെന്നില്ല. നമുക്കൊരു പ്രിൻ്റ് ഔട്ട്സ് മതി. പക്ഷേ നമ്മളിപ്പം കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക്കിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഇനോർഗാനിക്കിൽ വരുമ്പോഴേക്കും കോർഡിനേഷൻ, ഓർഗാനോമെറ്റാലിക്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് മസ്റ്റായിട്ട് നമുക്ക് എന്ത് വേണം, നോട്ട് വേണം. അത് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് എപ്പോഴും നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതായ രീതിയിൽ നോക്കണം. അപ്പോൾ
സമയമുള്ളവരൊക്കെയും സമയം ഇല്ലാത്തവരാണെങ്കിലും സമയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ അതേപോലെ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വാരി വലിച്ചൊന്നും നോട്ട് പ്രിപ്പയർ ചെയ്യരുത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഐസോമറിസാണ് പഠിക്കുന്നത് വിചാരിക്കുക. ഐസോമറിസ് ആണെങ്കിൽ നമുക്ക് എന്താ, ഐസോമറിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. അങ്ങനെ നമ്മൾ നീട്ടി നീട്ടി എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രക്ചറൽ, സ്റ്റീരിയോ. അപ്പം അത്രയും ചെറിയ സ്പേസിൽ നമ്മളതായ രീതിയിൽ കൺസൈസ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക. ഓക്കെ. മിക്കവാറും എന്ത് ചെയ്യാം, നമ്മൾ പോയിന്റ് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്യാം. അതും വളരെ നമുക്ക് ഏറ്റവും ലെജിറ്റായിട്ട് ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ കുറഞ്ഞ സെൻറ്റൻസിൽ എഴുതാൻ ശ്രമിക്കുക. തിയറി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഇങ്ങനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഉള്ള നോട്ടുകൾ നമുക്ക് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കും. നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അടുത്തതാണ് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്നും PSC പരീക്ഷകളുടെ ഡിഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ നെറ്റ് ഗേറ്റ് ഇങ്ങനത്തെ അല്ലെങ്കിൽ നമ്മുടെ ജാം ഇങ്ങനത്തെ എക്സാംസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ PSC പരീക്ഷ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസും ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. മറ്റുള്ള എക്സാംസിന് കാണാത്ത ഏരിയാസിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, അതേപോലെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ PSCക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ഓക്കെ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതേപോലെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇത് മൂന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് PSC പരീക്ഷകളിൽ കൂടുതലാണ്. മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് PSC പരീക്ഷകൾക്ക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അതേപോലെ കൺസെപ്ഷ്യൽ ആസ് യൂഷ്വൽ വരും, അതേപോലെ തന്നെ പ്രോബ്ലംസ് വരും. പിന്നെ ചില ടോപ്പിക്കുകൾ എന്താണ്, ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾ PYQs നോക്കിയാൽ മാത്രമേ അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കാണാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മുടെ 2025 ജാനുവരി നടന്നിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് CL എക്സാമിൻ്റെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിലാണെങ്കിൽ ഫ്ലാറ്റ് കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അധികം മറ്റ് എക്സാംസിൽ കണ്ടുവരാറില്ല. അപ്പോൾ ഫ്ലാറ്റ് റേറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഉത്തരം അറിയെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ. ക്രയോലൈറ്റ് ആണ് ആൻസർ വരുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ ഒരു കോമ്പൗണ്ട് തന്നു, അത് ഇന്ന റിയാക്ഷൻ നടന്നു, മറ്റൊരു കോമ്പൗണ്ട് കിട്ടി, അത് വീണ്ടും റിയാക്ട് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ലെങ്തി ആകുമ്പോൾ നമുക്ക് അത് വായിച്ച് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇതിൽ വേർഡ്സ് റിയാക്ഷനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ വേർഡ്സ് റിയാക്ഷൻ നമ്മൾ ജസ്റ്റ് എന്താ, റിയാക്റ്റൻ്റ്, റിയേജൻറ്റ്, പ്രൊഡക്റ്റ് ഇങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആ റിയാക്ഷനിൽ വരുന്ന ബാക്കി ഫാക്ടേഴ്സും ആ റിയാക്ഷന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. ജസ്റ്റ് കുറേ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളെപ്പോഴും കോൺസെപ്റ്റ് ബിൽഡിങ്ങിൽ വേണം ഫോക്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇപ്പോഴത്തെ എക്സാംസ് നമ്മൾ നോക്കുന്ന സമയത്ത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വേറെ എക്സാംസിന് അധികം കാണാറില്ല. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് സർഫസ് ടെൻഷൻ, ഡയറക്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം, അറിയെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ പല ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് അനാലിസിസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ PYQ സോൾവിങ് ആണ്. അപ്പോൾ നമ്മൾ സിലബസ് വൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കരുത്, മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യാനൊന്നും കാത്തു നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടത്. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് PSCൻ്റെ തന്നെ PYQs ആണ്. നമ്മൾ പറഞ്ഞു PSCയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മറ്റ് എക്സാംസിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് യൂണീക്കാണ്. അപ്പോൾ നമ്മൾ PSCൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യണം. അപ്പം കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, PSCൻ്റെ തന്നെ PYQsന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ PYQsന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ നീറ്റിൻ്റെ PYQs നോക്കാം. അപ്പോൾ എല്ലാ ടോപ്പിക്കിനും അല്ല, കോർ ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഓർഗാനിക്കിൻ്റെ റിയാക്ഷൻസ് കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ കോർഡിനേഷൻ, ഓർഗാനോമെറ്റാലിക്, പിന്നെ ഫിസിക്കലിനാണെങ്കിൽ തെർമോ, നമ്മുടെ കൈനറ്റിക്സ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ആ
ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ എൻട്രൻസ് എക്സാംസ് അല്ലെങ്കിൽ ജാം, MSc എൻട്രൻസ് എക്സാംസ്, നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന എക്സാംസ് ഉണ്ടാവും. അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി PG ലെവൽ ആണെങ്കിൽ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ നെറ്റിൻ്റെ B പാർട്ട്, C പാർട്ടിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, B പാർട്ട് മതി. അതേപോലെ മറ്റ് സ്റ്റേറ്റ് PSCs, ഇപ്പം തമിഴ്നാട്, അതേപോലെ രാജസ്ഥാൻ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ് PSCs എക്സാംസിൻ്റെ പേപ്പേഴ്സ് നോക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി PYQ സോൾവിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ സക്സസ് ആവണമെങ്കിൽ, ഓക്കെ, നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻസിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒതുങ്ങി പോകരുത്. നമ്മൾ എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നെഗറ്റീവ്സ് വരാതെ എങ്ങനെ നോക്കാം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, നമുക്കിപ്പോൾ പഠിച്ച ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും, അപ്പം ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് തെറ്റി, നിങ്ങളെ കൺസെപ്റ്റിലുള്ള പ്രശ്നമാണോ, കൺസെപ്ച്വൽ മിസ്റ്റേക്സ് ആണോ, അതോ നമ്മുടെ സില്ലി മിസ്റ്റേക്സ് ആണോ, എന്ത് ടൈപ്പ് മിസ്റ്റേക്സ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മാത്രം നമുക്ക് നെഗറ്റീവ് മാർക്സ് കുറച്ച് വരാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പം നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എക്സാമിന് എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാം വരുന്നത്, 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് താഴെ ടൈം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമെങ്കിൽ മാക്സിമം സ്പീഡിൽ ചെയ്യണം, ബട്ട് തെറ്റാതെ ചെയ്യണം. ആക്യുറസിയും അതേപോലെ തന്നെ സ്പീഡും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തതാണ് സ്റ്റാർ മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വെരിഫൈ ചെയ്ത ശേഷം അങ്ങനെ അങ്ങ് വിടാൻ പാടില്ല, വീണ്ടും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്റ്റാർ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളതായ രീതിയിൽ നിങ്ങളത് എന്ത് ചെയ്യുക, എടുത്തു വെക്കാം, ഒന്നിക്ക് നിങ്ങൾക്ക് എഴുതി വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം. എന്നിട്ട് അതെന്ത് ചെയ്യണം, വീണ്ടും ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പം ഓപ്ഷൻസിൽ നിന്നും പഠിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളോട് ഒരു റിയാക്റ്റൻ്റ്, അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഓർഗാനിക്കിൻ്റെ എക്സാമ്പിളാണ് എടുക്കുന്നത്, റിയേജൻറ്റ്, പ്രൊഡക്റ്റ്, ഇത് തന്നിട്ട് ഏത് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുമല്ലോ, അതിൽ D ആണ് ആൻസർ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ABC, ഇവിടെ 3 റിയാക്ഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ആ റിയാക്ഷൻസും കൂടി എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ആ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്ത എക്സാമിൽ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓപ്ഷൻസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ PYQ സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂൾ വൈസ് PYQs നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ സോൾവ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയം തന്നെ PYQs ചെയ്ത് പോകണം. നമ്മൾ ഒരിക്കൽ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് PYQs ചെയ്യാമെന്ന് വിചാരിച്ച് ഒരിക്കലും നിൽക്കാൻ പാടില്ല. നമ്മൾ അപ്പോൾ PYQs ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചതിലുള്ള ഷോർട്ട് കമ്മിങ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. അടുത്തതാണ് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാ, റിവൈസ് ചെയ്യുന്നതിനാണ്. അപ്പം നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മിനിമം ഡെയിലി മാറ്റി വെക്കണം. ഓക്കെ, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവാം, അതായത് കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് മാറിപ്പോവാം, അതേപോലെ മറന്നു പോവാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് റിവിഷൻ്റെ കുറവാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ അതേപോലെ എക്സാമിന് ഒരു 10-20 ദിവസം മുന്നെങ്കിലും കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്ത് റിവിഷന് വേണ്ടി മാത്രം ഒരു 20 ഡേയ്സ് കിട്ടുന്ന രീതിയിൽ, ഓക്കെ, റിവിഷന് മാത്രം ഒരു 20 ഡേയ്സ്, അതിന് കൂടുതൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്, അതിന് വേണ്ടി മാത്രം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീക്ക് ടോപ്പിക്കുകൾക്കായിരിക്കും റിവിഷൻ വേണ്ടത്. ഇപ്പോൾ ചില ടോപ്പിക്കുകൾ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, റിവൈസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടോപ്പിക്സ് ഉണ്ടാവും, നമുക്ക് പണ്ടേ അറിയുന്ന ടോപ്പിക്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തിട്ട് സമയം കളയണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീക്ക് ടോപ്പിക്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ക്വാണ്ടം കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് പോർഷൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തുന്ന ടോപ്പിക്ക്, ചില ടോപ്പിക്ക് ഈസി ആയിരിക്കും, പക്ഷെ നമുക്കത് എന്ത് ചെയ്യും, ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. അപ്പോൾ ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക,
ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി കറക്റ്റ് അല്ലേ എന്നുള്ളത് കറക്റ്റാക്കി അതൊന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, ഇനി റിവൈസ് ചെയ്യേണ്ടത് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. കാരണം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 20 ഡേയ്സിൽ നമുക്ക് മൊത്തത്തിലിരുന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 20 ഡേയ്സ് തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ അതിലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് വായിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, ഓർമ്മ വരും. അപ്പം ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ നോട്ട് എടുത്തിട്ട് നോക്കുക, എന്നിട്ട് അത് ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് പോവാം. അല്ലാത്തത് ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്താൽ മതി. അപ്പം ആദ്യത്തെ റിവിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പം നമ്മൾ ഒരുപാട് സമയം എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം എടുക്കുമെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ലേറ്റർ സ്റ്റേജിൽ നമുക്കിതെന്താണ്, വളരെ ടൈം സേവിങ് ആണ്. പിന്നെ വേണ്ടത് ഒരു വീക്ക് കഴിഞ്ഞാലുള്ള റിവിഷൻ, 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക, അതേപോലെ 1 മന്ത് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക, ദെൻ ഫൈനൽ റിവിഷൻ, ഫൈനൽ 20 ഡേയ്സിൽ റിവൈസ് ചെയ്യാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെ ആവും. ഓക്കെ, അടുത്തതാണ് ഷോർട്ട് നോട്ട്സ്. നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് ടൈം സേവർ എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഇപ്പോൾ ഇനോർഗാനിക് ആണെങ്കിൽ ഇനോർഗാനിക്കിൽ നമ്മൾ കുറേ പോർഷൻസ് ജസ്റ്റ് ഫാക്ച്വൽ പോർഷൻസ് ആണ്. അതിനെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒരുപാട് ഉണ്ടാക്കി മെനക്കെടണമെന്നില്ല. നമ്മൾ മറന്നു പോകുന്ന കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ നോട്ടിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങളെ രീതിയിൽ അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇടവിട്ട് നോക്കുക. പിന്നെ ഇനി ചില ടോപ്പിക്സുകളുണ്ട്, നമ്മുടെ കൺസെപ്ച്വൽ ടോപ്പിക്സ്, ഓർഗാനോമെറ്റാലിക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ്, കോർഡിനേഷൻ, ഓർഗാനോമെറ്റാലിക്സ്, ഇതുപോലെയുള്ള ടോപ്പിക്ക് കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. ഇപ്പം നമ്മുടെ കോർഡിനേഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് എഴുതുക. ആ ഒരു നമ്മുടെ സ്പ്ലിറ്റിംഗ് എങ്ങനെ വരുന്നു, T2G ആണ് താഴെ, EG ആണ് താഴെ, അത് വരച്ച് കാണിച്ചാൽ മതി, ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കേസിൽ. ഓക്കെ, അതേപോലെ ടെട്രാഹെഡറിൻ്റെ കേസിൽ എന്ത് വരുന്നു, ഇനി ഒക്ടാഹെഡറിൻ്റെയും ടെട്രാഹെഡറിൻ്റെയും CFSC തമ്മിലുള്ള റിലേഷൻ, അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ക്രിസ്പായിട്ട് നമ്മളിപ്പം നമ്മുടെ ലോങ് നോട്ടാണെങ്കിൽ ഒരുപാട് പേജസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ മാക്സിമം 5 പേജസ്, അല്ലെങ്കിൽ വലിയ ടോപ്പിക്കുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, അതായത് നമുക്ക് ചെറിയ സമയത്ത് കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ. ഓക്കെ, അതാണ് ഇനോർഗാനിക്കിൻ്റെ കാര്യം. ഇനി ഓർഗാനിക്കിൽ വരുമ്പോൾ, ഓർഗാനിക്കിൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാനുണ്ട്. അപ്പം റിയാക്ഷൻസിൻ്റെ കേസിൽ, നെയിം റിയാക്ഷൻസ്, റിയേജൻസിൻ്റെ കേസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ റിയാക്ഷൻ്റെ പേര് എഴുതുക. അതേപോലെ അതിൽ വരുന്ന റിയാക്റ്റൻ്റ് എന്താണ്, റിയേജൻ്റ് എന്താണ്, പ്രൊഡക്റ്റ് എന്താണ്, പെട്ടെന്ന് നോക്കുമ്പോൾ റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുക. നിങ്ങളതായ രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി ഫിസിക്കൽ ആണെങ്കിൽ കൂടുതലും പ്രോബ്ലം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻസ്, ടോപ്പിക് വൈസ് ആയിട്ട് ഇക്വേഷൻസ് ജസ്റ്റ് എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് എഴുതി നോക്കുക. അനലറ്റിക്കലിൻ്റെ കേസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കയ്യിലുള്ള നോട്ട്സ്, ഇപ്പോൾ PDF ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് കോപ്പി ഏതെങ്കിലും പ്രിൻ്റ് ഔട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് മറന്നു പോകുന്നതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി മിസ്ലേനിയസ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ സിലബസിൽ മെൻഷൻഡ് ആയിരിക്കില്ല, പക്ഷെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ചില നാനോ കെമിസ്ട്രി, ഓക്കെ, സിലബസിൽ അങ്ങനെ എടുത്ത് പറയണമെന്നില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് നോട്ട് ഉണ്ടായാൽ മതി. അതിനും അങ്ങനെ ഷോർട്ട് നോട്ട്സിൻ്റെ ആവശ്യം അത്ര വരുന്നില്ല. ഓക്കെ, നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ച് നോട്ട്സ് ഉണ്ടാക്കുക. ഇനി ഫൈനലി നമ്മുടെ റിവിഷനും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മോഡൽ പേപ്പർ അറ്റൻഡ് ചെയ്തോടെ 1 മന്ത് മുന്നേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ മോഡൽ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മോഡൽ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ PSCയുടെ തന്നെ PYQs ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം PSCൻ്റെ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്റേഴ്സിലോ മറ്റോ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മോക്ക് എക്സാംസ് ഒക്കെ എന്ത് ചെയ്യാം, എഴുതി നോക്കാം. അങ്ങനെ വെറുതെ എക്സാം എഴുതി പോകരുത്, ആ എക്സാം എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പല മിസ്റ്റേക്സും വരാം. ഫസ്റ്റ് ഓഫ് ഓൾ സില്ലി മിസ്റ്റേക്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിലുള്ള മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആൻസർ നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇപ്പുറത്തെടുത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നിരിക്കും, നിങ്ങൾ ആ നോട്ട് വായിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ചിലത് നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും കാര്യം ചിന്തിച്ചു പോകും. ഇപ്പം നിങ്ങൾ പഠിച്ച ടോപ്പിക് ആയിരിക്കും, ബട്ട് പെട്ടെന്ന് അത് ഓർത്തെടുക്കുന്ന സമയത്ത് വരുന്ന ചില മിസ്റ്റേക്സ്. ഓക്കെ,
അതേപോലെ കൺസെപ്ച്വൽ മിസ്റ്റേക്ക്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്ത് സംഭവിക്കാം, നമ്മുടെ എന്തെങ്കിലും നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മിസ്റ്റേക്കുകൾ വരാം. അടുത്തതാണ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, പ്രോബ്ലം ചെയ്ത് തെറ്റിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഇവിടെ ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്രമാത്രം ഇക്വേഷൻസ് നിങ്ങൾ എഴുതി നോക്കുന്നുണ്ടോ അത്രയും നിങ്ങൾ അതുണ്ടാവും തറവാവും. അപ്പോൾ ഇക്വേഷൻസ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ കാൽക്കുലേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെല്ലാം അറിയുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ പി വി ഇസ് ഈക്വൽ ടു NRT, ഇതിൽ വി ആണ് കാണുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്യും. പക്ഷേ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൽ മിസ്റ്റേക്ക് വരാം, കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് കൺവേർഷൻ അറിയില്ലെങ്കിൽ അങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാം. അപ്പം ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ലോഗിൻ്റെ വാല്യൂസ്, ഇപ്പം log 2 log 3 ചില അങ്ങനത്തെ വാല്യൂസ്, അതേപോലെ അവോഗാഡ്രോ നമ്പർ, അതേപോലെ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്, ആറിൻ്റെ വാല്യൂസ്, ഇങ്ങനെയുള്ള വാല്യൂസ്, നമ്മുടെ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്, അങ്ങനെ പല പല വാല്യൂസ് ഉണ്ടാവും. ചിലതൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴും നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പം എത്ര മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രയും നിങ്ങൾ എന്താവും, ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.